നീ അലിസിയുടെ മോളെ കണ്ടു പഠിക്കും. നല്ല അനുസരണയുള്ള കുട്ടി, വീട്ടിലെ എല്ലാ പണിയും ചെയ്യും. എന്തിനാ ഏത് നേരം മറ്റുള്ളവർ മേലെ കമ്പയർ ചെയ്യുന്നേ? കണ്ടു അമ്മേ, അവൾക്കിട്ട് നല്ല അടി വെച്ചോണ്ട് ഏത് നേരവും ഫോണേലും കുത്തിക്കൊണ്ടിരുന്നോളൂ. മോളെ, നീ എന്താ ഇങ്ങനെ? കുറെ നാളായി ഞാനിത് ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്ത് പറ്റി? ഒന്ന് പോയി തരാമോ? കേട്ടോ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി. എടി, നീ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ട് വെക്കോ, നാട്ടുകാരന് കാണട്ടെ നീ പരിശുദ്ധ പോകുന്നു. നീ ഒന്ന് പോടാ. ബിഗ് ബോസ് ഉണ്ടോ? നീ ഒന്ന് പോയെ, മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇത്രയും ദിവസമായിട്ട് നീ പഠിച്ചില്ല, പിന്നെയായി 5 മിനിറ്റ്. അവളെന്താ വൈകുന്നത്? ബസ് കിട്ടിയില്ലോ? വന്നോ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? കുഴപ്പമില്ല. വേഗം കുടിച്ചിട്ട് വാ, എന്നിട്ട് കാപ്പി കുടിക്കും. അമ്മേ വാ, നമുക്ക് കളിക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ, പ്ലീസ് അമ്മേ വാ. എന്നെ വിടടാ, എനിക്ക് അടുക്കള കുറെ പണിയുണ്ട്. അമ്മേ വാ പ്ലീസ്, ഞാൻ ഒറ്റയ്ക്കാ, ബോറടിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നു. ഞാൻ കളിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞു. പ്ലീസ് എടാ, ഞാൻ പപ്പനെ വിളിക്കും കേട്ടോ. വന്നില്ലേ? ഒന്നു റൂമിൽ ഇരിപ്പുണ്ടോ? നീ എന്തോ ഒന്നും കഴിക്കാത്ത? ഇതുവരെ കുളിച്ചു പോലുമില്ലല്ലോ. എന്താ മോനെ മുഖം പാടിയിരിക്കുന്നേ? എന്ത് പറ്റി? എക്സാം ടഫല്ലോ ആയിരുന്നോ? ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് പൊട്ടും, അല്ലാതെ വേറെന്ത് കാര്യം? ഒന്നും മിണ്ടാതിരിക്കണം. ഈ ചെക്കിനോട് എന്നെ ചൊറിയാൻ വേണമെന്ന് പറയണ്ടപ്പാ. മോനെ, അവൾ എക്സാമിന്റെ ഹാൻഡ് ഓവർ വരുന്നതായിരിക്കും. അവൾ കുറച്ച് കേട്ടെ. ഇതാരൊക്കെയാ? വാ, കേറുവാ. എന്തൊക്കെയുണ്ട്? കൊറേ ആയാലും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. കേറി വാ. ഞങ്ങളിവിടെ ഇപ്പൊ ചുമന്ന് കയറിയതേ ഉള്ളൂ. എന്ത് പറയാനാ, ഭയങ്കര തിരക്കല്ലേ? അവൾക്ക് അഡ്മിഷനൊക്കെ കിട്ടി, അവളിപ്പോ യുകയില. കണ്ടില്ലല്ലോ. അവളെ വടങ്ങാണ്ടോട്ട് ബാ, നമുക്ക് കളിക്കാം ബാ. അവന്റെ ഒരു കാര്യം ശരിയാണല്ലോ. ഏഞ്ചൽ എന്തേ? അവളുടെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞു. അവളാ റൂമിലെങ്ങാണ്ട് ഇരിപ്പുണ്ട്. എടി ഏഞ്ചൽ മോളെ, വാതിലോർക്ക് ആരാ വന്നിരിക്കുന്ന നോക്കിക്കേ. എന്താ അമ്മേ, എനിക്കാരും കാണണ്ട. അവളിപ്പോ എപ്പോഴും റൂമിൽ അടച്ചിരിപ്പ. എക്സാം അത്ര ഈസി അല്ലായിരുന്നു തോന്നുന്നേ. ഇത്രയും നാളെ എന്തുമായിരുന്നു? ക്ലാസ്സിലെ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാലോ നടക്കുക. ഇപ്പൊ കുറെ നാളായിട്ട് പഠിത്തമൊക്കെ കുറവാ. ഇനി റിസൾട്ട് വരുമ്പോ അറിയാം എന്താകുന്നു. എന്റെ മക്കൾ 2 ക്ലാസ്സിലെ ടോപ്പേഴ്സാ. എന്റെ പിള്ളേരുടെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എന്തായാലും പിള്ളേരുടെ കാര്യത്തിൽ ഞാൻ പകുതിയാണ്. നിങ്ങൾ എനിക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ ഇറങ്ങുവാ. ഞങ്ങളൊന്ന് പോയേക്കുവാ, ഓഡിഷന് തിരക്കുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. എങ്കിലും അങ്ങനെയാണ്ട്. ശരി എന്നാ. മോളെ, എന്നാ ഉണ്ട്? പള്ളിയിലൊക്കെ പോയോ? സുഖമായി. പള്ളിയിൽ പോയി രാവിലെ. അവളെത്തി? ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ലല്ലോ. അത് പറയാനാ മോളെ ഞാൻ വിളിച്ചേ. എന്തു പറ്റിയാണ്ടി? മോളെ, എനിക്ക് അവളുടെ കാര്യം കൊടുത്തിട്ട് പേടിയാണോ? ഒന്നിവിടെ വരെ വരാമോ? ശരി ആന്റി, ഇപ്പൊ വരാം.
തോന്നിയായി പഴയ പോലെ അവളെന്നോട് മിണ്ടാറില്ല, പള്ളിയിലേക്കും കാണാറില്ല. ഞാൻ അവളോടൊന്ന് മിണ്ടട്ടെ. ഏഞ്ചൽ, നിനക്കിത് എന്താ പറ്റി? ഒന്നുമില്ലേ, നിന്നെ കുറെ ദിവസമായി ഞാൻ വിളിക്കുന്നു. നീ എന്താ ഫോൺ എടുക്കാത്ത? ഇത് നിന്റെ അമ്മയും പറഞ്ഞു നീ ഒരുപാട് മാറി. നീ ഇതെന്തായി ചെയ്തേ? എന്താണെങ്കിലും പറ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്തുവാടി? എനിക്ക് മടുത്തു. നീ എന്റെ കൂടെ വാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. നിന്നെ പഴയ കൂട്ടുകാരിയായി മാറ്റാനും നല്ല മോളായി നിന്റെ അമ്മയ്ക്ക് തിരികെ നൽകാമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈശോയെ പോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വിശുദ്ധനുണ്ട്. നീ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, വിശുദ്ധ തോമസ് ലീഹ. ഞാൻ പറഞ്ഞു തരാം വിശുദ്ധ തോമസ് ലീഹയെ കുറിച്ച്. ഈശോയെ വിശ്വാസം മൂലം അത്യധികം സ്നേഹിച്ച വിശുദ്ധ തോമസ്. ഞാൻ കാണിച്ചു തരുന്ന വചനഭാഗം നീ ഉറക്കെ വായിക്കണം. ഞാൻ വായിക്കാം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹൃദയം മുറിഞ്ഞവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഒരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശിഷ്യ